അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അർച്ചന, മധ്യകേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നു. എറണാകുളത്ത് കണ്ണമാലി അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ കടലാക്രമണം രൂക്ഷമായി തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യമുണ്ട്. ആലുവ മണപ്പുറത്ത് ശിവക്ഷേത്രത്തിൽ വെള്ളം കയറിയത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ മധ്യകേരളത്തിലെ സാഹചര്യം എന്താണ്? അതിശക്തമായ തുടർന്നുകൊണ്ടേയിരിക്കും. മധ്യകേരളത്തിൽ അതിശക്തമായ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എറണാകുളം നഗരത്തിൽ നിലവിൽ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ അതിശക്തമായ മഴയുണ്ടായിരുന്നാൽ ഇടവിട്ട മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ ഡാമുകൾ തുറന്നതിനാൽ മലങ്കര ഡാമും ഒപ്പം പൂനത്താൻകെട്ട് ഡാമും തുറന്നിട്ടുണ്ട്. അതിനാൽ പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ അടിയന്തരമായി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിലടക്കം ഇത്തരത്തിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഇതുവരെ ഇത്തരത്തിൽ ജലനിരപ്പ് ഉയർന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവരെല്ലാം തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്ന ഒരു അടിയന്തര നിർദ്ദേശം കൂടിയാണ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കടലാക്രമണം ഈ സാഹചര്യത്തിൽ രൂക്ഷമാണ്. കണ്ണമാലിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം കയറുകയാണ്. റോഡുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നിരവധി ആളുകൾ ഇത്തരത്തിൽ ബന്ധുവീട്ടുകളിലേക്ക് അടക്കം മാറിയിട്ടുണ്ട്. എന്തായാലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല 360ഓളം ക്യാമ്പുകളാണ് ഇപ്പോൾ എറണാകുളത്തിന്റെ വിവിധ നഗരങ്ങളിൽ ജില്ലകളിൽ എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും സജ്ജമാണ്. എന്തായാലും വലിയ ജാഗ്രത ഇനിയുള്ള മണിക്കൂറുകൾ ഉണ്ടാകണമെന്നാണ്. അതായത് നഗരത്തിൽ ശക്തമായ മഴയുണ്ടാകും. ഒപ്പം മധ്യ കേരളത്തിൽ വലിയ മഴയാണ് ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും വൻമരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്, മണ്ണിടിച്ചിലുണ്ട്. ഒപ്പം ഇടുക്കിയിൽ ഡാമുകൾ മലങ്കര ഡാമുകളെല്ലാം തുറന്നിട്ടതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. എന്തായാലും വരും മണിക്കൂറിലും അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇതുവരെ ഉള്ളത്. മനു, ശരി, ഏതായാലും ശക്തമായ മഴ മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും തുടരുകയാണ്. തീരദേശ പ്രദേശങ്ങളിൽ കടലാക്രമണമാണ് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം സൃഷ്ടിക്കുന്നത്. മറുഭാഗത്ത് മണ്ണിടിച്ചിലടക്കമുള്ള പ്രശ്നങ്ങൾ, മരങ്ങൾ വീഴുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ മലയോര മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു.